അവതരിപ്പിക്കാൻ അവസരം തന്നതിന് നന്ദി. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് നോക്കാം. ഈ വോക്കിസം എന്ന് പറഞ്ഞ ഈ ചിന്താ പദ്ധതിക്ക് ഒരു 100 കൊല്ലം കൊണ്ട് ഉണ്ടായി വന്നതാണ്. അമേരിക്കയിൽ ഉണ്ടായി വന്നതാണ്. പക്ഷേ യൂറോപ്പിൽ നിന്നുള്ള ചേരുവകളും ഇതിലുണ്ട്. അമേരിക്കയിൽ മാത്രമേ ഉണ്ടായതല്ല, യൂറോപ്പിലുള്ള ചേരുവകളും ഇതിലുണ്ട്. അപ്പോൾ ആ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഇത് ആദ്യം തുടങ്ങിയത് അമേരിക്കയിലെ ഈ എന്താ പറയുക റേസിസം, അമേരിക്കയിലുണ്ടായിരുന്ന യഥാർത്ഥത്തിലുണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാരെ വേർതിരിച്ച് നിർത്തുകയും അവരെ സെക്കൻഡ് റേറ്റ് സിറ്റിസണായി കരുതുകയും അവർക്ക് അവകാശങ്ങൾ കൊടുക്കാതിരിക്കുകയും എല്ലാം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടായതാണിത്. അതിന് കൂടെ ഉണ്ടായതാണ്. അപ്പോൾ ആദ്യമായി ഉണ്ടായത് അവിടെയുള്ള കറുത്ത വർഗ്ഗക്കാരെ പല വിധത്തിലും ഈ വെള്ളക്കാരെ ഉപദ്രവിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിനൊരു കഥ പറഞ്ഞാൽ, ഒരു 9 ചെറുപ്പക്കാരായ കുട്ടികളല്ല, ഒരു യങ്സ്റ്റേഴ്സ്, അവർ ബസ്സിൽ സൗത്തേൺ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്തു. അപ്പോൾ ട്രാവൽ ചെയ്തപ്പോൾ അവർ 2 വെള്ളക്കാരി പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തെന്നൊരു വ്യാജ കേസുണ്ടാക്കി അവരെ കേസിൽപ്പെടുത്തി അവരെ ഉപദ്രവിച്ചു. അപ്പോൾ അന്ന് ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്ന വേർഡാണ് ഈ വോക്ക് എന്ന് പറയുന്നത്. വോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശം. ഉണർന്നിരിക്കും. അപ്പോൾ നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരായ മറ്റാൾക്കാർ പറയുന്നത് നിങ്ങൾ വോക്കായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഏത് നിമിഷവും ആൾക്കാർ ഉപദ്രവിക്കും. സോ യു ബി വോക്ക് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. എന്തിനാണ് ഉണർന്നിരിക്കുക? ഇങ്ങനെയുള്ള സാധ്യത, അതായത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ജനസമൂഹം ഉണ്ട് ഇവിടെ. നിയമങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. അതിന് നിങ്ങൾ ഉണർന്നിരിക്കുക. അതാണ് ഈ വോക്ക് എന്നുള്ള പദത്തിൻ്റെ ഉത്ഭവം. അങ്ങനെ ഒരു റിയലായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻ നിന്നാണ് ഈ വോക്ക് എന്നുള്ള പദം വന്നത്. അപ്പോൾ അതിനൊരു മീനിങ് ഉണ്ടായിരുന്നു. ഇറ്റ് മെയ്ഡ് സെൻസ്. ബിക്കോസ് അത് റിയലായിട്ടുള്ളൊരു സോഷ്യൽ റിയാലിറ്റി ആയിരുന്നു. ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരായിട്ടുള്ള ഈ വംശീയമായിട്ടുള്ള ഉപദ്രവം. അപ്പോൾ അത് റിയലായിട്ടുണ്ടായ കാര്യമാണ്. അതങ്ങനെ ആ നിലയിൽ നിന്നും അതിനെക്കുറിച്ച് പാട്ടുകളുണ്ടായി. അതിനെ ചില ബാൻഡ്സ് അതിന് പാട്ടുകളുണ്ടാക്കി. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് ഇപ്പോഴേക്കും ഒരു വേറൊരു തലത്തിലേക്ക് മാറിയത്. മാറുമെന്ന് പറഞ്ഞാൽ ഒരു 1962 ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മൈക്കൽ ബ്രൗൺ എന്ന് പറഞ്ഞ ആളെ 2014 ഒരു മൈക്കൽ ബ്രൗൺ എന്ന് പേരുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനെ വെള്ളക്കാരനായ പോലീസുകാരൻ വെടിവെച്ച് കൊന്നു. അതൊരു റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു അനീതിയായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർക്ക് മനസ്സിലായത്. അയാൾ അണ്ണാമഡായിരുന്നു, അയാളുടെ അടുത്ത് ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പോലീസുകാരനെ അയാൾ വെടിവെച്ച് കൊന്നു. അപ്പോൾ ആ വെടിവെച്ച് കൊന്ന അതിന് എല്ലാ ജനരോഷം ഉണ്ടായി. അവിടുത്തെ കടകൾ അടിച്ചു പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഒരു ജനരോഷം വന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഒരു ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, BLM എന്ന് പറയുന്നത്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ. അതും റിയൽ കാര്യമായിരുന്നു. ആ രണ്ട് റിയൽ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇറ്റ്സ് റിയലി ഹാപ്പൺ. അതിന് ആ സമയത്ത് വോക്ക് എന്നുള്ള പേര് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ജനസമക്ഷത്തിൽ വന്നു. അത് കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അത് കൂടുതൽ പ്രചാരണം ലഭിച്ചു വരും. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളും യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. പിന്നെയുള്ളതിന് ചേരുവ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ യൂറോപ്പിൽ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ മാർക്സിസം കാറൽ മാർക്സ് പറഞ്ഞതുപോലെ, അതായത് ഈ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്ലാസസ്, പ്രോലറ്റേറിയറ്റും ബൂർഷ്വയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ട് റെവല്യൂഷൻ വരുന്നതാണ് മാർക്സ് പ്രെഡിക്റ്റ് ചെയ്തത്. അത് നടന്നില്ല. ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൺ. അതായത് യൂറോപ്പിലൊന്നും റെവല്യൂഷൻ ഉണ്ടായില്ല. ഉണ്ടായത് റഷ്യയിലാണ്. റഷ്യയിൽ അങ്ങനെ ബൂർഷ്വ ചെയ്തല്ല, അവിടെ ലാൻഡഡ് പെസൻട്രി ഉണ്ടായിരുന്നു. ലാൻഡഡ് പെസൻട്രീനെ ഇവർ തെളിച്ചു കൊണ്ടുവന്ന് ഒരു വിപ്ലവമാക്കി മാറ്റിയത്. ശരിക്കുള്ള മാർക്സിയൻ ഡെഫിനിഷനിൽ നടന്നില്ല. അപ്പോൾ ഈ യൂറോപ്പിലുള്ള ഇൻ്റലക്ച്വൽസിന് മനസ്സിലായി ഈ മാർക്സിൻ്റെ തിയറി ഇറ്റ് ഹസ് നോട്ട് വർക്ക്ഡ് ഔട്ട്. മാർക്സ് പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ അവർ ആലോചിച്ചു എന്താണ് ഇതിൻ്റെ ഫെയിലിയറിന് കാരണം, വൈ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്, വാട്ട് വാസ് എ പ്രോബ്ലം. അവർ തങ്ങളിൽ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് അവർ ഒരു ചിന്താ പദ്ധതി ഉണ്ടാക്കി. അതിനാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട് എന്ന സ്ഥലത്തുള്ള ചിന്തകന്മാർ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ്. അവർ തിയറൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മാർക്സിൻ്റെ പരാജയത്തിന് കാരണം മാർക്സ് എല്ലാ കാര്യങ്ങളെയും ഈ സാമ്പത്തിക ഫാക്ടേഴ്സിന് മാത്രം ഊന്നിയാണ് സംസാരിച്ചു. അതിലയാൾ വലിയ അബദ്ധം പറ്റിയാക്കും. ദാറ്റ് ഈസ് നോട്ട് അങ്ങനെ അപഗ്രഹിച്ച കാര്യങ്ങൾ മനസ്സിലാവില്ല. ഈ കൾച്ചറലായ കാര്യം കൂടി മനസ്സിലാക്കണം. ഈ കൾച്ചറിനെ നശിപ്പിച്ചാലേ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൾച്ചറിനെ നശിപ്പിക്കാനുള്ള കാര്യം അയാൾ മിസ് ചെയ്തതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ അവരിൽ നിന്ന് അതിനുശേഷം ഉണ്ടായതാണ്
കൾച്ചറൽ മാർക്സിസം. ഈ കൾച്ചറൽ മാർക്സിസം ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ സംഭാവനയാണ്. അത് അവിടെ നിന്നുണ്ടാവും. അത് ഇംഗ്ലണ്ടിലേക്ക് അത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് ഈ കൾച്ചറൽ മാർക്സിസം. അതിൻ്റെ കൂടെ തന്നെ അവിടെ കുറച്ച് ലീഗൽ സ്കോളേഴ്സ് ഉണ്ട് അമേരിക്കയിലുള്ള. ആ ലീഗൽ സ്കോളേഴ്സ് ഈ ലോ അപ്ലൈ ചെയ്യുന്നത് വെള്ളക്കാർക്കും കറുത്തവർക്കാർക്കും ഡിഫറെൻറ്റ് തരത്തിലാണ്. അതായത് കറുത്തവർക്കാർ വളരെ ഹാർഷായിട്ട് അപ്ലൈ ചെയ്യുന്നു, വെള്ളക്കാർക്ക് സോഫ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. എന്നിട്ട് അതിനെ അവർ ക്രിട്ടിക്കൽ ലീഗൽ തിയറി എന്ന് പറയും. ക്രിട്ടിക്കൽ ലീഗൽ തിയറി. ഈ ക്രിട്ടിക്കൽ ലീഗൽ തിയറി എന്ന് പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ ആർഗ്യൂ ചെയ്യുന്നത് വെച്ചാൽ ഈ കറുത്തവർക്കാർ ഒരേ കുറ്റത്തിൽ കറുത്തവർക്കാർക്ക് റഫായിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്നു, മറ്റുള്ള സോഫ്റ്റ് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ആർഗ്യൂ ചെയ്ത് കൊടുത്തിട്ട് ദേ ബ്രോട്ട് ദിസ് വാട്ട് ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ലീഗൽ തിയറി. ആ ക്രിട്ടിക്കൽ ലീഗൽ തിയറി അതിൻ്റെ അകത്തുനിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ക്രിട്ടിക്കൽ റേസ് തിയറി വരികയാണ്. ഈ ക്രിട്ടിക്കൽ റേസ് തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് സമുദായത്തിൽ സകല മനുഷ്യന്മാർ രണ്ടായി ഡിവൈഡ് ചെയ്യാം. പണ്ട് പറഞ്ഞിരുന്നത് ബൂർഷ പ്രൊലറ്റേറിയറ്റ്. ഇപ്പം മാർക്സിൻ്റെ അത് മാറ്റിയിട്ട് ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഒപ്രസർ ആൻഡ് ഒപ്രസ്ഡ് രണ്ടായിട്ട് തിരിക്കുക. ഒപ്രസർ എന്ന് പറഞ്ഞാൽ വെള്ളക്കാർ മുഴുവൻ ഒപ്രസേഴ്സാണ്. വെള്ളക്കാർ ഹെട്രോസെക്ഷലായിട്ടുള്ള ആണുകൾ, വെള്ള ആണ് ഹെട്രോസെക്ഷൽ, അതായത് സ്വർഗരതിക്കാരനാവാൻ മതി. ആണും പെണ്ണുങ്ങൾ ബന്ധപ്പെടുന്ന തരത്തിലാണ് ഹെട്രോസെക്ഷൽ. ഇത് മൂന്ന് ഒത്തുചേർന്ന മനുഷ്യന്മാർ മുഴുവൻ ഒപ്രസേഴ്സാണ്. വേറെ ഒപ്രസേഴ്സ് ബൈ ഡെഫിനിഷൻ. അവരൊന്നും ആരും ഒപ്രസ് ചെയ്യണ്ട. അവർ വെറുതെ നടന്ന് സാധാരണ ജീവിച്ചാൽ പിടി നടത്തിയിട്ട് അങ്ങനെ ജീവിച്ചാലൊന്നും പ്രശ്നമല്ല. അവർ ഒപ്രസേഴ്സാണ് ബൈ ഡെഫിനിഷൻ. അവർ ഒപ്രസേഴ്സാണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മൈനോറിറ്റീസാണ്. ഈ മൈനോറിറ്റിയിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കിയിരിക്കും. വെള്ളക്കാരൻ, സ്പാനിഷുകാരൻ, ആൽബിനോ, അങ്ങനെ പല സ്ഥലത്തുള്ള ആളുകൾ ഡിഫറെൻറ്റ് മൈനോറിറ്റീസ്. അവരെല്ലാം ഒപ്രസ്ഡാണ് ബൈ ഡെഫിനിഷൻ. അവരെല്ലാം ഒപ്രസ്ഡ്. അതൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ ഈ സൊസൈറ്റി മുഴുവൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിവൈഡ് അതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചു വെച്ചാൽ ഈ ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ അവിടെ ഒരു സമ്പ്രദായം അതുവരെ ഉണ്ടായിരുന്നു. ആ ക്ലാസിക്കൽ ലിബറലിസവും അത് മുഴുവൻ ഇവർ തകർത്ത് കളഞ്ഞു. ക്ലാസിക്കൽ ലിബറലിസം അത് തകർത്ത് എങ്ങനെയാ പറഞ്ഞാൽ, ഈ ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ കോർ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ അതായത് കളർ ബ്ലൈൻഡ് ആയിരിക്കുക. അതായത് ഒരു വ്യക്തിനെ വിലയിരുത്തുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നു നോക്കാം. അയാൾ വെളുത്ത നിറമാണോ കറുത്ത നിറമാണോ നോക്കണ്ട. അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മനുഷ്യനാണ് അയാൾ നല്ല മനുഷ്യൻ തന്നെ. അയാൾ വെളുത്താഴ്ച കത്താഴ്ച ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതാണ് ഈ ക്ലാസിക്കൽ ലിബറലിസം. അപ്പോൾ അത് മാറിയിട്ട് അത് ഇവർ തച്ചുടച്ചുകളാണ് ഇവർക്ക് ഈ കൾച്ചറൽ മാർക്സിസ്റ്റുകൾക്ക്. പിന്നെ അതിലെ ഈ ലിബറൽ മാർക്സിസത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് യൂണിറ്റ്, അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബേസിക് യൂണിറ്റ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ നന്മകളും മോശങ്ങളും കാര്യങ്ങളും കൊണ്ട് ഈ സൊസൈറ്റി മുഴുവൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ തിയറി. അതുകൂടാതെ തന്നെ ഏറ്റവും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും തരാറുണ്ട്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നന്നാക്കാൻ അവർ വിചാരിച്ചു. അതാണ് ക്ലാസിക്കൽ ലിബറൽ തിയറി. അത് വിട്ടിട്ട് ഇവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ വോക്കിസം, ഒരു ക്രിട്ടിക്കൽ റേസ് തിയറി കൊണ്ടുവന്നത്. ഈ ക്രിട്ടിക്കൽ റേസ് തിയറിയുടെ പ്രധാന പ്രത്യേകത വെച്ചാൽ കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കളർ കോൺഷ്യസ് ആയിരിക്കണം ആൾക്കാർ. കളർ ബ്ലൈൻഡ്നെസ് അല്ല, കളർ കോൺഷ്യസ് ആയിരിക്കണം. ഓരോ മനുഷ്യനും അയാളുടെ കളർ എന്താണെന്ന് കോൺഷ്യസ് ആയിരിക്കണം. വെച്ചാൽ എല്ലാ കാര്യങ്ങളും അത് ഡിറ്റർമിൻ ചെയ്യും കാര്യങ്ങൾ. നിങ്ങൾ ഒപ്രസറാണോ ഒപ്രസറിൽ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ ആക്ഷൻ നോക്കിയിട്ടല്ല. സീ വാട്ട്സ് എ കളർ, വാട്ട്സ് എ സ്കിൻ കളർ, വാട്ട്സ് എ റേസ്, അത് നോക്കി ഡിസൈഡ് ചെയ്യണം അയാൾ ഒപ്രസറാണോ ഒപ്രസറല്ല. അത് കൊണ്ടുവന്ന് വരും. പിന്നെ അൾട്ടിമേറ്റ് യൂണിറ്റ്, ഇതിൻ്റെ മനുഷ്യ സമുദായത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താണ്? ഇതിൽ ലിബറൽ തിങ്കിങ്ങിൽ വ്യക്തിയാണ്. ഇതിൽ നല്ല യൂണിറ്റുകളാണ്. യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ സമുദായ യൂണിറ്റുകൾ, ഓരോ സോഷ്യൽ യൂണിറ്റ്സ്. അതായത് വെള്ളക്കാർ, കറുപ്പക്കാർ, മറ്റു ലാറ്റിനോസ്, അങ്ങനെയുള്ള പല ഹോമോസെക്ഷൽസ്, അങ്ങനെ പോകുന്നത്. അങ്ങനെ രീതിയിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് അതാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള രണ്ടുപേരും ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്. ഈ ക്രിട്ടിക്കൽ റേസ് തിയറിക്കാർ പറയുന്നത് വെച്ചാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കറപ്റ്റഡാണ്, അതെല്ലാം അട്ടിമറിക്കണം, നന്നാക്കാനൊന്നും പറ്റില്ല. റിയലി റോട്ടർ, അതെല്ലാം അട്ടിമറിച്ചുകളാണ്. അത് അവരെ ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ രണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സമീപനങ്ങൾ ഇത് രണ്ടിനുള്ളത്. അപ്പം ഈ ക്രിട്ടിക്കൽ റേസ് തിയറി ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കൂടെ വേറൊരു ചേരുവ കൂടി വരുന്നുണ്ട് യൂറോപ്പിൽ നിന്ന്. വേറൊരു ചേരുവ അത് യൂറോപ്പിൽ വരുന്ന അതെന്താ വെച്ചാൽ പോസ്റ്റ് മോഡേണിസം എന്നാണ്. പോസ്റ്റ് മോഡേണിസം വിചിത്രമായിട്ടൊരു ഫിലോസഫിക്കൽ ധാരയാണ്. ഇതുവരെ നമ്മൾ വിചാരിച്ചാൽ നമ്മളിപ്പോൾ സത്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ, ആര് വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഒബ്ജക്റ്റീവ് ലോ. ഇപ്പോൾ കണക്കിലെ കാര്യങ്ങൾ പൈത്തഗോറസ് തിയറി ഒരു ഫാക്റ്റാണ്. നമ്മൾ പൊളിറ്റിക്സ് എന്തായാലും കാര്യമില്ല, പൈത്തഗോറസ് തിയറി തന്നെ. അത് മാത്തോ അങ്ങനെയുള്ള എല്ലാ സയൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതുപോലെയാണ്. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ ഈ പോസ്റ്റ് മോഡേണിസം എന്ന ഫിലോസഫിക്കാർ പറയുന്നത്
ഇതൊരു ഓബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന സാധനമില്ല. ഓബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന സാധനമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അഭിപ്രായമാണ്. അത് നിങ്ങളുടെ അഭിപ്രായം. ഈ സയൻസ് എന്ന് പറയുന്നത് തന്നെ കുറേ വരേണ്യ വർഗത്തിൻ്റെ അഭിപ്രായം. ഒരു ഫാക്റ്റും അതൊരു പ്രത്യേക സ്റ്റാറ്റസ് ഒന്നുമില്ല അതിന്. അത് വരേണ്യ വർഗത്തിൻ്റെ അഭിപ്രായമാണ്. അത് മറ്റുള്ളവരുടെ പേര് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള രീതിയിലുള്ള അഭിപ്രായമുള്ള അതിൽ ഫാക്റ്റിന് പ്രസക്തിയില്ല. അതുകൊണ്ട് നമുക്ക് ഞാനൊരു ഫാക്റ്റ് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, നിങ്ങൾ ആ ഫാക്റ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കാ ഗുണം അത് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാം. ഫാക്റ്റ് ആണോ എന്നുള്ളത് ഒബ്ജക്റ്റീവ് നോക്കുകയല്ല. ഇത് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം കൊണ്ട് അയാൾ എക്സ്പ്ലെയിൻ. ഷീന പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് മനോരമയിലൊരു ലേഡി ഉണ്ട്. മനോരമയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഷാനി പ്രഭാകരനോട് ഒരു പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ ഈ ഇങ്ങനത്തെ ചില ന്യൂസുകൾ നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ, അതായത് ഈ ജിഹാദികൾ ഉപദ്രവിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ ന്യൂസുകൾ നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ഞാൻ എക്സാക്റ്റ് അല്ല പറഞ്ഞാൽ എനിക്കെട്ട് ഐഡിയ. അപ്പം കൊടുക്കുന്നില്ല അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് ഉപകാരം ചെയ്യുക? RSSനാണ്. അവിടെയാണ് കൊടുക്കില്ല. ദിസ് ഇസ് ടിപ്പിക്കൽ. അതായത് ഞാൻ പറയുന്നതിൽ അബ്സ്ട്രാക്റ്റായി തോന്നുമെങ്കിലും ഇത് മുഴുവൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവരാ പേരൊന്നും പറയുന്നില്ല. ഇവരെല്ലാം നയിക്കുന്ന ആളുകളുണ്ട് ബാക്കിൽ. അവരിതെല്ലാം പഠിച്ചു കൂട്ടാം. അവരെല്ലാം പഠിച്ചിട്ട് ഈ രീതിയിൽ ആലോചിച്ചിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കാം, നിങ്ങളിങ്ങനെ പറയണം, ഇതാണ് കാര്യം, ഇങ്ങനെയാണ് എല്ലാ കാര്യം നോക്കേണ്ടത്. അപ്പോൾ ഈ പ്രഭാകരൻ, ഷീന പ്രഭാകരൻ പോലത്തെ ആൾക്കാർ ഡൂ ദാറ്റ് ഇൻ റിയൽ ലൈഫ്. നമ്മളിതിൽ നോക്കുമ്പോഴായിരിക്കും വൈഷി ടോപ്പിക് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഫിലോസഫി എന്താ പറയുള്ളത്, വാസ്തവങ്ങൾ അങ്ങനെ സാധനമില്ല. എല്ലാ അഭിപ്രായങ്ങളും, നിങ്ങൾക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, ഇദ്ദേഹത്തിനൊരു അഭിപ്രായം. ഈ അഭിപ്രായങ്ങളെല്ലാം പറയാം. അത് പറയാമെന്നല്ലാതെ അതിൽ വാസ്തവം ഉണ്ടോ നോക്കട്ടെ. അത് അങ്ങനെ സാധനമേ ഇല്ല. വാസ്തവത്തിൻ്റെ സാധനം എല്ലാ അഭിപ്രായങ്ങളും. അതിന് ഓരോ രീതിയിൽ പേഴ്സ്പെക്റ്റീവ് വെച്ച് നോക്കിക്കോളാം. അത്രയേ ഉള്ളൂ. ഈ സയൻസ് തന്നെ ഒരു ഭരണവർഗത്തിൻ്റെ വൈറ്റ് മനുഷ്യന്മാരുടെ ഭരണവർഗത്തിൻ്റെ ആണുങ്ങളുടെ ഒരു ചിന്താതി രീതിയാണ്. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക, സയൻസിന് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ആ രീതിയിലുള്ള അതാണ്. അത് ഇങ്ങോട്ട് കയറിയുള്ളൂ അമേരിക്കയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താ പറഞ്ഞാൽ ഡിബേറ്റിൽ നടത്തില്ല. എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഏത് ഗ്രൂപ്പിനെ സഹായിക്കുന്നതിൻ്റെ അഭിപ്രായം അത് നോക്കി തീരുമാനിക്കുക. നിങ്ങൾ ഈ ഒപ്രസ്ഡ് ആൾക്കാരെ സഹായിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാകുന്നൊരു പ്രശ്നമല്ല. നിങ്ങളുടെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല. നിങ്ങളുടെ അഭിപ്രായം ബ്ലണ്ടറാണ്. എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾ ആ ഒപ്രസ്ഡ് ഗ്രൂപ്പിന് എതിരായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഫലത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് ശരിയില്ല, അത് പറ്റില്ല, അത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പറയാൻ ശ്രമിക്കില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, നിങ്ങൾ പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കും. നിങ്ങളെ പിടിച്ച് അവൻ എക്സ്പെൽ ചെയ്യും. നിങ്ങൾ ട്രെയിനോട് പ്രൊഫസറാണ് പിടിച്ച് പുറത്താക്കും. അങ്ങനെ രീതിയിൽ ഇതൊരു സെൻസറി ഡീപ്ലാറ്റ്ഫോമിങ് അതെല്ലാം ഇതിൻ്റെ കൂടെ വരും. ഈ പോസ്റ്റ് മോഡേണിസം. ഈ പോസ്റ്റ് മോഡേണിസം മാത്രമല്ല, അമേരിക്കയിൽ പുറപ്പെട്ട വേറൊരു ചിന്താധാരയുണ്ട്. അതിന് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയും. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ആ തിയറി ഉണ്ടാക്കിയത് ഒരു ലോയറാണ്, ഒരു ലോ പ്രൊഫസറാണ്, ലേഡി ലോ പ്രൊഫസറാണ്. അവരുടെ പേര് ക്രിൻഷോ എന്നാണ് അവരുടെ പേര്. ആ ക്രിൻഷോ എന്ന് പറഞ്ഞാൽ അവർ വേറൊരു പുതിയ പദ്ധതിയാണ്. അവർ പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ബ്ലാക്ക് ആളാണെന്ന് വെച്ചോളൂ, ഒരു ബ്ലാക്ക് പെണ്ണാണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്ലാക്ക് ആയിട്ടുള്ള ആൾ ഓൾറെഡി ഒപ്രസ്ഡാണ്. ബൈ ഡെഫിനിഷൻ അയാൾ ഒപ്രസ്ഡാണ്. അതുകൂടാതെ അയാൾ പെണ്ണുമാണ്. പെണ്ണാണെങ്കിൽ പെണ്ണ് ഓൾറെഡി ഒപ്രസ്ഡാണ്. എന്നുവെച്ചാൽ ആണാണ് ഒപ്രസ്ഡ്, പെണ്ണ് ഒപ്രസ്ഡ്. അപ്പോൾ അവർക്ക് രണ്ട് വിക്ടിം ഗ്രേഡ് ഉണ്ട്. ഈ 2 വിക്ടിം ഗ്രേഡ് കൂടിയ ഗ്രേഡോ അവരുടെ ഗ്രേഡ്. ഇനി അവർക്ക് ഭയങ്കര തടിയുള്ള സ്ത്രീയാണെന്ന് വെച്ചാൽ, തടിയുള്ള പല കറുത്ത ആൾക്കാർക്ക് ഭയങ്കര തടിയാണ്. ഇപ്പോൾ തടിയുള്ള സ്ത്രീയാണെങ്കിൽ ആ തടിയുള്ളതും ഒരു സൊസൈറ്റിയിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ 3 ഗ്രേഡ് താഴോട്ട് പോകും. അങ്ങനെ എത്രത്തോളം താഴോട്ട് പോകുന്നു അത്രത്തോളം അവരുടെ സൊസൈറ്റി ഈ വിക്ടിം ഒളിമ്പിക്സ് എന്ന് പറയുന്നത്, ഈ വിക്ടിം ഒളിമ്പിക്സിൽ ഗ്രേഡ് കൂടി വരും. ഇത് ഗ്രേഡ് കൂടി വരും. ഇങ്ങനത്തെ ഈ വിക്ടിം നാരേറ്റീവ്സ് എത്രമാത്രം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ വിശിഷ്ട വ്യക്തിയായി മാറും ഇങ്ങനെയുള്ള ഒളിമ്പിക്സ്. മനസ്സിലായി? അപ്പോൾ അതവർ നിയമകൂലാക്കിയത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഏഷ്യൻ ആണെങ്കിൽ സാധാരണ സ്റ്റെം ഗ്രൂപ്പിലെല്ലാം അധികം സീറ്റ് കിട്ടുന്നതാണ്, മാർക്ക് അധികം അതിനകത്ത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇവരതിനൊരു മെക്കാനിസം ഉണ്ടാക്കി അത് കുറച്ചിട്ട് അത് മറ്റുള്ള അതിൻ്റെ ബെനിഫിറ്റിലാണ് അവർ എക്സാമിൽ ഹൈ മാർക്ക് കിട്ടിയാലും അവരെ പിടിച്ച് താഴെ കൊണ്ട് എന്നിട്ട് മറ്റവരെ കയറ്റും. ഇങ്ങനെയുള്ള പലതും ചെയ്യും. ഇതിന് വലിയ എഫക്റ്റ് ഉണ്ട്. ഇത് തിയറി പറയുന്നതാണ് ഇൻ്റർസെക്ഷനാലിറ്റി. ഈ ഇൻ്റർസെക്ഷനാലിറ്റി പ്ലസ് പോസ്റ്റ് മോഡേണിസം രണ്ടും കൂടി ഇതിനൊരു ഫിലോസഫിക്കൽ ബേസിസ് കൊടുത്തു. ഇതിങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെ ഡിസ്കസ് ചെയ്ത് നിരവധി പുസ്തകങ്ങൾ എഴുതുക. എന്നിട്ട് ഞാൻ നിങ്ങളുടെ പുസ്തകം കോട്ട് ചെയ്യും, നിങ്ങൾ എൻ്റെ പുസ്തകം കോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു ഹോൾ ഒരു യൂണിവേഴ്സിറ്റിനെ കടമാൻ ഷെൽഫ് നിറയും.
നിങ്ങളുടെ പുസ്തകം നിങ്ങൾ ഇതിൻ്റെ ഒരു പുസ്തകം എഴുതും, ഞാനത് കോപ്പി, നിങ്ങൾ എൻ്റെ പുസ്തകം കോപ്പി, രണ്ടാളുടെ പുസ്തകം അവിടെ ഷെൽഫിൽ വരും. അത് പഠിക്കാനായിട്ട് സ്കൂൾ, അത് പഠിക്കാനായിട്ട് കോളേജ്, അത് പഠിക്കാനായിട്ട് പ്രൊഫസർമാർ, അത് പഠിപ്പിക്കാൻ PhD, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം വലിയ ഇൻഡസ്ട്രിയൽ സ്കെയിൽ, ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ സ്കെയിൽ ചെയ്യുക. അങ്ങനെ അത് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ഡെവലപ്പ് ചെയ്ത് മുഴുവൻ അവിടെ ഇൻ്റർസെക്ഷനാലിറ്റി, പോസ്റ്റ് മോഡേണിസം, ആദ്യത്തെ ഉള്ള ബ്ലാക്കുകളുടെ ശരിക്കും ജെന്യൂൻ പ്രോബ്ലം, അതിനകത്ത് തുടങ്ങിയിട്ട് അത് എവിടെയോ എത്തി, വേറെ എവിടെയോ എത്തിയത്. സംഭവം തുടങ്ങുന്ന സ്ഥലത്തല്ല, വേറെ എവിടെയോ കാട് കയറിയുണ്ട്. ഇനിയിപ്പോൾ നമുക്കെന്താ പ്രശ്നം കൊടുക്കും? അവരെങ്ങനെ ചെയ്തോട്ടെ, അവർക്കിപ്പോൾ അവരുടെ ഇഷ്ടപാലനം ചെയ്തോട്ടെ. നമ്മൾ വൈ ഷുഡ് ഇന്ത്യൻസ്, ഭാരതീയർ എന്തിനെതിരെ ബോധർ ചെയ്യണമെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ ഞാൻ അടുത്ത് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒറിജിനൽ തിങ്കിങ് വളരെ കുറവാണ്. ഇപ്പോൾ ബേസിക്കലി ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ സോഷ്യോളജിക്കൽ തിയറി ചെയ്യാം, മറ്റേതല്ല പറയാം, സോഷ്യോളജിക്കൽ കാര്യങ്ങൾ ഈ വെസ്റ്റേൺ തിങ്കിങ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മളത് പഠിച്ചെഴുതിക്കാൻ PhD കിട്ടും, പ്രൊഫസർ പോസ്റ്റ് കിട്ടും, ഇംഗ്ലണ്ടിൽ പോവുക, അമേരിക്കയിൽ പോവുക, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിലൂടെ നമ്മളിതെല്ലാം പഠിച്ചിട്ട് ചരവണം ചെയ്ത് നമ്മൾ മാർക്ക് വാങ്ങി PhD എഴുതി നമ്മളിങ്ങനെ ജീവിക്കും. അങ്ങനത്തെയാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഇവിടെ ഇന്ത്യയിലേക്ക് വരുവാണ്. ഇത് ഇൻ്റലക്ച്വൽ കോളനൈസേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കാഡമിക്സിലുണ്ട്, ജേർണൽ, നമ്മുടെ ഈ ഷീല പ്രഭാകരൻ അതുപോലുള്ള ആളുകൾ, നിരവധി ജേർണലിസ്റ്റുകളും കംപ്ലീറ്റ്ലി ഇതിലാണ്. അതാണ് അവരെല്ലാം ഒരേ സ്വരം സംസാരിക്കുന്നത്. അവർ ഒരേ ഐഡിയോളജിയിലൂടെ പഠിച്ചു വന്നുകൊണ്ട് അവർ ഈ വോക്കിസ്റ്റായിട്ടുള്ള ഇതെല്ലാം കാണുന്നു. ആരെ ഇത് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ സത്യാന്നത്തെ കല്ലുമില്ല, അത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. സത്യമാണോ അല്ലയോ എന്നുള്ളത് മാറ്ററേ അല്ല. മാറ്റർ എന്ന് ആരെ ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ഹിന്ദുവിനാണോ ഹെൽപ്പ് ചെയ്യാതെ RSS അവർ ഹിന്ദുവാണ്, RS ഇക്വിട്ട് RS ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ അത് പറയത്തില്ല, ഞാൻ മാറ്റി പറഞ്ഞു. അത് പറയാണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ മത്സരിച്ച് പറയും, എന്തൊക്കെ ചെയ്യാൻ ഐ നോട്ട് അലൗ ഇറ്റ്. ഞാൻ സമ്മതിക്കില്ല, വാസ്തവമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് ആ കംപ്ലീറ്റ് സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇൻ്റലിജൻ്റ് കോളനൈസേഷൻ, ഇന്ത്യയിൽ നമ്മളെ കോളനൈസ് ചെയ്തു, വെസ്റ്റേൺ കോളനൈസേഷൻ. പിന്നെ ഇന്ത്യയിൽ കുറേ ആളുകളുണ്ട് വെസ്റ്റേൺ വാലിഡേഷന് വെയിറ്റ് ചെയ്തു. അത് വെസ്റ്റേൺ ആൾക്കാർ എന്തെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. വെള്ളക്കാരനങ്ങനെ വെറുതെ ഒന്നും പറയില്ല, അവരൊന്നും കാര്യം കണ്ടിട്ടേ പറയുള്ളൂ. അപ്പോൾ ഞാനത് ഏറ്റുപിടിക്കും എന്ന് എനിക്ക് ആലോചിക്കും വേണ്ടല്ലോ. അതുകൊണ്ടൊരു തിങ്ക് എനിക്ക് പണി എളുപ്പമായി. ഏറ്റവും പറഞ്ഞ് ഞാനിട്ട് പറയും അങ്ങനെ സുഖമായിട്ട് ചെയ്യും, അതിൽ സ്കോളർഷിപ്പും PhD എല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിന് നമ്മളുടെ കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ ഇന്ത്യൻ തിങ്കിങ്ങിൽ ഇങ്ങനെ ആറ്റമൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ മനുഷ്യ സമുദായത്തിൽ ഈവൻ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എല്ലാം കൂടിയുള്ള ഒരു എന്താ പറയുക യൂണിവേഴ്സിനെ നമ്മൾ കാണുന്നു. അല്ലാണ്ട് വി ആർ നോട്ട് തിങ്കിങ് ഐ വിൽ ബിക്കം ഗ്രേറ്റ്, യു വിൽ ബിക്കം ഗ്രേറ്റ്, അങ്ങനെയല്ല. നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും കൂടി നന്നായി ജീവിക്കണം. സമൃദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടിയുള്ള അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കാണുന്നു. വി ആർ നോട്ട് സീയിങ് പീപ്പിൾ ആസ് ആറ്റംസ്, ഇൻഡിപെൻഡൻറ്റ് ആറ്റംസ് ഇറ്റാണോ കണക്ഷൻ. നമ്മൾ വസുദൈവ കുടുംബം എന്ന് പറയുന്നത് ഈ ബേസിക് തിങ് ഈസ് ദാറ്റ് വി ആർ തിങ്കിങ് ദാറ്റ് എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. ആ ഇന്റർ കണക്ഷൻ എന്നുള്ള ഐഡിയ ഇവർക്കില്ല. ഇവർ കാണുന്നത് ഓപ്പറേഷൻ ഇങ്ങനെ ബൈനറി ടേംസ് എന്ന് പറയും. ബൈനറി ഒന്നുകിൽ കോയിൻസ് ഇരിക്കുന്നവരെ ഒരു സൈഡ്, ഒന്നുകിൽ ആ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരങ്ങനെ എല്ലാ കാര്യം കാണുന്നത്. അത് വലിയൊരു ഡിഫറൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോഷ്യൽ കൊഹിഷൻ ഉണ്ടാവില്ല ഇങ്ങനെ ആലോചിച്ചാൽ. വെച്ചാൽ ഞാൻ നിങ്ങളെ കണ്ടു, നിങ്ങൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ, നല്ല മനുഷ്യനാണോ, എനിക്ക് നിങ്ങളെ കൂട്ടുകൂടാൻ പറ്റുമോ? അങ്ങനെ ആലോചിക്കാണ്ട് നിങ്ങൾ കറുത്താണോ വെളുത്താണോ മറ്റേതാണോ ഇതാണോ ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി ഓൺലി ഡിവിഷൻ, ദർ വിൽ ബി നോ യൂണിയൻ. കംപ്ലീറ്റ് സൊസൈറ്റി ചിന്ത പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളുടെ കയ്യിൽ എല്ലാ അധികാരം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ നാരറ്റീവ് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ഗേറ്റ് കീപ്പേഴ്സിൻ്റെ കയ്യിലുള്ള അധികാരം കിട്ടുകയും ചെയ്യും. അവരെല്ലാം ഏറ്റെടുക്കും, അവർ പുതിയ വരേണ്ട മാർക്കറ്റ് മാറും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം നമ്മളുടെ നമ്മൾ ഇന്ത്യൻ അപ്രോച്ച് മുഴുവൻ ഡിഫറെൻ്റ് ആണ്. ഒരു സ്പിരിച്വൽ അപ്രോച്ചാണ്. അതായത് ആൾക്കാരെ കാണുന്നത് മുഴുവൻ എന്താണ് പരമാസത്യം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ല, പരമാസത്യം വെൽത്ത് അല്ല, പവറല്ല, പരബ്രഹ്മമാണെന്നാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അല്ലാണ്ട് നമ്മളതിന് കാണുന്നത് വി ഡോണ്ട് സീ ഇറ്റ് ആസ് പവർ ആസ് അൾട്ടിമേറ്റ് തിങ്, മണി ആസ് അൾട്ടിമേറ്റ് തിങ് എന്ന് കാണുന്നില്ല. അതൊരു ഡിഫറൻസ് ആണ് നമുക്ക് നമ്മളുടെ രീതിയിൽ കാണുന്ന രീതിയിൽ. പിന്നെ വെച്ചാൽ ഇവിടെ നമുക്കുള്ള പ്രശ്നം വെച്ചാൽ ഇത് മുഴുവൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോണ്ടാന്ന് വെച്ചാൽ ഇവിടെയുള്ള മനുഷ്യരെ മുഴുവൻ രണ്ടായി തിരിക്കുക. ഇവിടെ ഇന്ത്യയിലുള്ള മനുഷ്യർ എന്ന് വെച്ചാൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മിൻസും ജനറൽ കാറ്റഗറി മനുഷ്യന്മാരും. ബ്രാഹ്മിൻസും ജനറൽ കാറ്റഗറിയുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ ജനറൽ കാറ്റഗറി, അതായത് ഈ OBC ഒന്നും അല്ലാത്ത SC/ST അല്ലാത്ത കൂട്ടിൽ ദേ ആർ ദ ഒപ്രസേഴ്സ്. ഹു ആർ ദ ഒപ്രസ്ഡ്? ഓൾ ദ മൈനോറിറ്റീസ്, ഓൾ ദ OBCs, ഓൾ ദ ST/STs, ഓൾ ആർ ഒപ്രസ്ഡ് ബൈ ഡെഫിനിഷൻ. അങ്ങനെയാക്കി അവിടുത്തെ അത് ഇങ്ങോട്ട് ലെൻസ് ഇങ്ങോട്ട് മാറ്റി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ റേസിലില്ല, വളരെ ഒരേ റേസില്ല, നോട്ട് റേഷ്യലി ഡിഫറെൻറ്റ്.
അപ്പോൾ റേഷ്യൽ നമ്മളെങ്ങനെയാണ് പിന്നെ ഒപ്രസ് ആക്കുക? ഇങ്ങനെ നോക്കുക. അതായത് ബ്രാഹ്മിൻസ് ആൻഡ് ഓൾ ദ ജനറൽ കാറ്റഗറി പീപ്പിൾ, നോൺ OBC, നോൺ SC/ST, നോൺ മൈനോറിറ്റി, ഓൾ ആർ ഓപ്രസേഴ്സ്. മറ്റവരെല്ലാം ഒപ്രസ്ഡാണ്. ഇന്ന് രണ്ടായി ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ അവർ ചെയ്യുന്ന കാര്യം. ഇവിടുത്തെ ഈ വോക്കിസം ഇൻ ഇന്ത്യ വർക്ക്സ് ലൈക്ക് ദിസ്. അവിടെ റേസ് ഇവിടെ ഇങ്ങനെ കാണാം. അതായത് അവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോൾ ജാതിവർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു പറയും. പക്ഷേ ഈവൻ ദാറ്റ് വർക്ക്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇന്ത്യയിൽ ഇപ്പോൾ ജാതിവർണ്ണ അതായത് സ്പിരിച്വൽ അതോറിറ്റി, സ്പിരിച്വൽ റിലീജിയസ് അതോറിറ്റി ബ്രാഹ്മിൻസിന്, നേരെ മറിച്ച് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ക്ഷത്രിയാസിനാണ്. അതുപോലെ തന്നെ കമേഴ്സ്യൽ ആൻഡ് മെർക്കൻറ്റൈൽ അതില്ല. ഈ വ്യാപാര സമുദായം അവർ ശൂദ്ര, അവർ വേറൊരു ഗ്രൂപ്പ്. അതുപോലെ ഈ ലേബർ, ശൂദ്ര ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പായി തിരിക്കുന്നുണ്ട്. ഇതിലിങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ട് ഒരു ഒപ്രസ്ഡ് അങ്ങനെയല്ല. ഈ സൊസൈറ്റിയിൽ പല ഫംഗ്ഷൻ ആൾക്കാർ വേണം. ഡോക്ടേഴ്സിന് വേണം, എഞ്ചിനീയേഴ്സിന് വേണം, സോൾജേഴ്സിന് വേണം. അവരെല്ലാം ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റി ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള നിലയിലായിരുന്നു. അവരാരും തന്നെ അന്യോന്യം ഭരിക്കണം എന്നുള്ളതല്ല അർത്ഥം. ബ്രാഹ്മൺ എല്ലാവരെയും ഭരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ബ്രാഹ്മൺ അവൻ്റെ ഈ റിലീജിയസ് കാര്യങ്ങളിൽ അയാൾ തീരുമാനമെടുക്കും. ക്ഷത്രിയൻ്റെ കാര്യം തീരുമാനമെടുക്കും. ഇവിടെ പല ശൂദ്ര രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ശൂദ്രൻ ക്ഷത്രിയൻ്റെ ഗുണം കാണിച്ചാൽ അയാളെ കുറിച്ച് രാജാവാക്കാറുണ്ട്. അതിന് എത്ര ചരിത്രമുണ്ട് ഇവിടെ. ഈ സൗത്ത് ഇന്ത്യയിലെ പല രാജാക്കന്മാർ ശൂദ്രന്മാരായിരുന്നു. സോ അത് അങ്ങനത്തെ സിമ്പിൾ രീതിയിൽ ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഇവരതിനെ സിംപ്ലിസ്റ്റിക് ആയിട്ട് മാറ്റുകയാണ് ഒരു പൊളിറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, ഇതിനൊരു അബ്രഹാമിക് അണ്ടർ കറണ്ട് ഉണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന് മുഴുവൻ ഒരു അബ്രഹാമിക് റിലീജിയസ് അണ്ടർ കറണ്ട്, ഇതിന് അന്തർധാരയുണ്ട്. അതെന്താണെന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഈ വോക്കിസത്തിന് ഒരു പ്രത്യേക അബ്രഹാമിക് തിയോളജി ഇതിൻ്റെ പുറകിലുണ്ട്. വെസ്റ്റേൺ ആൾക്കാർ മുഴുവൻ സെക്യുലർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ സെക്യുലറിസം ജസ്റ്റ് ഓൺ എ സർഫേസ്. ഡീപ് ഡൗൺ ദേ ഹാവ് ദ സെയിം മെൻറ്റാലിറ്റീസ്. അതെങ്ങനെയാണ് മെൻറ്റാലിറ്റി പറയുന്നത് വെച്ചാൽ, അവർക്ക് ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ആപ്പിൾ കഴിച്ചല്ലോ, ഈ ബോധോദയം ഉണ്ടാകുന്ന ഈ പഴം കഴിച്ചല്ലോ, ഈ ആഡം, അവിടെയാണല്ലോ എല്ലാ ഈ 3 റിലിജിയൻസിലും ആ കഥയുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചതിലൂടെയാണ് ഈ പ്രശ്നങ്ങളൊന്നും തുടങ്ങുന്നത്. ഈ ഗിൽട്ട്, അതിൻ്റെ ഗിൽട്ടാണ് നമുക്കത് ജനിക്കുമ്പോഴേ കുട്ടി ഗിൽറ്റിയായി ജനിക്കുന്ന നയമുണ്ടാവും. അപ്പോൾ ആ ഒറിജിനൽ സിന്നുള്ള കൺസെപ്റ്റ് ഇതിലുണ്ട്. നിങ്ങളുടെ ഒറിജിനൽ സിൻ എന്താണ്? നിങ്ങളുടെ വൈറ്റ്നസ്. ഇവിടെയാണ് നിങ്ങളുടെ ബ്രാഹ്മണായത്, നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ്. അതാണ് നിങ്ങളുടെ ഒറിജിനൽ സിൻ അതാണ്. പിന്നെന്ന് വെച്ചാൽ വേറൊന്ന് പ്രീസ്റ്റ്ഹുഡ്. അതിനുപോലെ അവർക്കൊരു പ്രീസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്. വലിയൊരു ഈ കാത്തോലിക് റിലിജിയന് വലിയൊരു പ്രീസ്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് അസഹനീയമായപ്പോൾ അട്ടിമറിച്ചിട്ട് പ്രൊട്ടക്ഷനറി അങ്ങനത്തെ ഒക്കെ സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ പ്രീസ്റ്റ്ഹുഡ് ആരാണ്? ഈ എച്ച് ആർ മാനേജർ, ഇങ്ങനെയുള്ള ആളുകൾ, HR മാനേജർ യൂണിവേഴ്സിറ്റീസിലൊക്കെ അതിൽ കയറുന്നതിന് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അതിൽ കയറാൻ പറ്റുന്ന ആളുകളാണ് തീരുമാനിക്കുക. അങ്ങനെ അതാണ് പ്രീസ്റ്റേഴ്സ്. പിന്നെ എക്സ്കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇതുമായിട്ട് എഗ്രി ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഈ വോക്കിസത്തിൻ്റെ ഈ തിയറിയും ഈ പരിപാടിയായിട്ട് എഗ്രി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കുക. നിങ്ങളെ ജോലി നഷ്ടപ്പെടും. നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആർട്ടിക്കിളൊന്നും പുറത്ത് വരത്തില്ല. നിങ്ങളെ കുറച്ച് പുറത്താക്കും. യൂണിവേഴ്സിറ്റിയെ പിടിച്ച് പുറത്താക്കും. എക്സ്കമ്മ്യൂണിക്കേഷൻ. അതെല്ലാം ഈ 3 എലമെൻറ്റ്സ്, അതായത് ഒറിജിനൽ സിൻ, പിന്നെ പ്രീസ്റ്റ്ഹുഡ്, പിന്നെ ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ, ഇത് 3 ഇവർക്കുണ്ട്. ആർക്ക്? ഈ പറഞ്ഞ വോക്കിസ്റ്റുകളുടെ ആർമറിയിൽ അവർ അടിക്കുന്നുണ്ട്. ഇതവരുടെ മെയിൻ ആയുധം. ഇതുവഴിയാണ് അവർ ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഇത് ഐ തിങ്ക് ഐ ഹാവ് മേഡ് ക്ലിയർ ഇതിൻ്റെ ബേസിക്കായ അതിൻ്റെ പാത്തോജനിസ് ഇതെങ്ങനെ വന്നുവെന്നും ഇതിലെ പല ചേരുവകൾ എന്താണ്, അതെങ്ങനെ വന്നുവെന്നും എങ്ങനെ ഇത് മുഴുവൻ ഒരു കീറാമുട്ടി പ്രശ്നമായിട്ട് മാറുന്നു. അപ്പം നമ്മളുടെ ധാർമ്മിക ആറ്റിറ്റ്യൂഡ് എന്താണ് ഇതിനുള്ള റെസ്പോൺസായിട്ട് എന്ത് പറയാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഈ ധാർമ്മിക് മാട്രിക്സും ഇവരുടെ മാട്രിക്സും 2 ഡിഫറെൻ്റ് ആണ്. ഈ വോക്ക് മാട്രിക്സ്, ഈ ധാർമ്മിക് മാട്രിക്സിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന പവറാണ്, മെറ്റീരിയൽ പവർ സ്ട്രഗിൾ. അതാണ് കാര്യം. അവരുടെ ഈ വോക്ക് മാട്രിക്സിൽ ഏറ്റവും അധികം പ്രൈമറി ഐഡൻറ്റിറ്റി പറഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ട്രൈബൽ ഗ്രൂപ്പാണ് ബേസിക് യൂണിറ്റ്. സൊസൈറ്റിൻ്റെ ബേസിക് യൂണിറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ്, വൈറ്റ്, ബ്ലാക്ക്, ലാറ്റിനോ, അങ്ങനെ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ ഈ SC ST അങ്ങനത്തെ ഗ്രൂപ്പ്സ്. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ വെഞ്ചിയൻസ്, പക, തീർത്താ തീരാത്ത പക, റീകൺസ്ട്രക്ഷൻ എല്ലാ ചിന്താധാരകളും പൊളിച്ചടുക്കുക. അതിനെ ഡീകൺസ്ട്രക്ഷൻ ആണ്. അതൊക്കെ ധാർമ്മിക് മാട്രിക്സിലാണെങ്കിൽ നമ്മൾ പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ പൈസയോ ഈ പവറോ ഒന്നുമില്ല, ബ്രഹ്മനാണ്, പരബ്രഹ്മം. അതായത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്, അതാണെന്ന് പറയുന്നത്. അത് ഇവരുടെ ഇതിലേക്ക് ചേരുന്നില്ല. പ്രൈമറി ഐഡൻറ്റിറ്റി പറഞ്ഞാൽ യൂണിവേഴ്സൽ ഇൻ്റർകണക്റ്റഡ്നെസ് ആണ്.
പ്രൈമറി ആയിട്ട് നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റ് ജീവികളായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്കായിട്ട് നമ്മൾ കാണുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. അതിപ്പോൾ സയൻസും എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്, അതാണ് കാര്യം എന്നുള്ള കാര്യം. പിന്നെ പറയുന്നത് പാത്ത് ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസിലേക്കുള്ള മാർഗം? ജസ്റ്റിസിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഡ്യൂട്ടീസ്. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, രണ്ട് സൈഡിലൊക്കെ വന്നു അങ്ങനെ നമ്മൾ കാണുന്നത്. അല്ലാണ്ട് വെറും വെസ്റ്റേൺ ആൾക്കാർ കോമൺ റൈറ്റ്സ് ദേ ഹാവ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഇല്ല, ഡ്യൂട്ടീസ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വിചിത്രമായ രീതിയിൽ അവർ കാണുന്നു. ദറ്റ് ഈസ് അവർ മെത്തേഡ്. പിന്നെ ഈ പ്യുവർ ഗ്രീവൻസിനെ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇവരുടെ ഹോൾ സിസ്റ്റം. എല്ലാവരും ഗ്രീവൻസ് പറയാം, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞാൻ എന്താ ചെയ്തതെന്നുള്ള അങ്ങനെ ചോദിക്കുന്നു. ഇത് റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഇവിടെയുള്ള രീതിയിൽ ഒരു ബാലൻസ് ഉള്ള ഐഡിയ ഉണ്ട്. ബാലൻസ് ഋത്തം, എല്ലാവരും റിത്തമിക്കായിട്ട് പോവാണ്. ഈ കാലാവസ്ഥയാണെങ്കിലും കുറച്ച് മഴ പെയ്ത ശേഷം പിന്നെ വെയിൽ വേണം, പിന്നെ അധികം മഴ വേണം. അങ്ങനെ ഋത്തംസ്, സൈക്കിൾസ്, അതിലങ്ങനെ പോകുന്ന മാതിരി നമ്മൾ വിശ്വസിക്കുന്നു. ഇവരങ്ങനെ വിശ്വസിക്കും. ഇവർ കെയോസിൽ വിശ്വസിക്കുന്നു. കെയോസ് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ബേസിക് അപ്രോച്ച്. എല്ലാ കാര്യത്തിനും അടിച്ചു പൊളിക്കും. അവിടെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊന്നും ഒരു ഉത്തരവില്ല, എല്ലാം അടിച്ചു പൊളിക്കും, എല്ലാ സാധനങ്ങളും പൊളിച്ചു കളയാം. പിന്നെ നമുക്കെന്താ വേണ്ടത്, നമ്മൾ എന്താണ്, വാട്ട് ഈസ് ഷുഡ് ബി അവർ റോൾ എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ആൻസർ എന്താ പറഞ്ഞാൽ ദർ ഷുഡ് ബി ഇന്ത്യൻ ക്ഷത്രിയഹുഡ്, ഇൻ്റലക്ച്വൽ ക്ഷത്രിയഹുഡ്. അതായത് പീപ്പിൾ കുറേ, നിങ്ങൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മളിൽ കുറേ ആൾക്കാർ അതിന് സൗകര്യവും സാവകാശമുള്ള കൂട്ടർ ബുദ്ധിപരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതിന് കൗണ്ടർ നാരേറ്റീവ് ഉണ്ട്. ഇത് അനലൈസ് ചെയ്ത് പഠിക്കണം, നമ്മൾ പഠിക്കേണ്ടത് ഇതിന് അപ്പോസിറ്റ് കാര്യമില്ല. പഠിച്ചു നോക്കിയിട്ട് ഇതിൽ പ്രശ്നമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പറയുന്നതിന് കൊടുക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയിട്ട് അതിന് ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ്, ഓപ്പോസിറ്റ് നാരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ഇൻ്റലക്ച്വൽ ക്ഷത്രിയ കൊണ്ട് നമ്മൾ ചെയ്യണം, നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യണം. അല്ലാണ്ട് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി സോൾവ്. സോ പീപ്പിൾ ഹാവ് ടു നോ ദിസ് തിങ് വാട്ട് ഇറ്റ്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയണം. ഇതെന്നിട്ട് ദേ നീഡ് ടു റിബട്ടൽ ഉണ്ടാക്കണം. റിബട്ടൽ, അതിനെതിരായിട്ട് എന്താണ് ഇതിന് പ്രശ്നം, എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലായി, എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അത് ചെയ്യണം. അതാണ് നമ്മളുടെ മുമ്പിലുള്ള കർത്തവ്യം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് തീർക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം. ഇതിവിടെ നടന്നിട്ട് ഓൾറെഡി ഇറ്റ്സ് ഹാപ്പണിങ് ചെയ്യുന്നുണ്ട്. രണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നത് തിയറിറ്റിക്കലായി തോന്നും പലപ്പോഴും, ബട്ട് ആക്ച്വലി ഇറ്റ്സ് ഹാപ്പണിങ്. ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം. ഒന്ന്, സോണിയാഗാന്ധിയുടെ നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നൊരു സാധനമുണ്ട്. അവർ 2010 ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു. നിയമം എന്തായിരുന്നു നിയമം പറഞ്ഞാൽ, വാട്ട് ഷി വാസ് ട്രൈങ് ടു ഡു ഈസ്, എവിടെയെങ്കിലും ഒരു റയറ്റ് ഉണ്ടായാൽ ആ റയറ്റിൽ ആ മെജോറിറ്റി കമ്മ്യൂണിറ്റി വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ആര് എന്ത് ചെയ്താലും മെജോറിറ്റി കമ്മ്യൂണിറ്റി വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. അതിന് ഈ പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവരെ മുകളിൽ സ്ട്രിഞ്ചന്റ് ആക്ഷൻ വരും. അതായത് അവർ എസ്യൂം ചെയ്യാണ് എല്ലാ റയറ്റിലും ഈ പ്രൈമറി മൂവർ ഈ ഹിന്ദു മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. പ്രൈമറി വിക്ടിം ഈ ന്യൂനപക്ഷമാണ്. ലിംഗ്വിസ്റ്റിക് ഓർ അതിൽ പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഓർ റിലീജിയസ് മൈനോറിറ്റി, അവരാണ് വിക്ടിം എന്ന് ഡിഫൈൻ ചെയ്യാണ്. ഓപ്പോസിറ്റായിട്ടുള്ള സാധ്യത കാണുന്നേ ഇല്ല. നേരെ കുറിച്ച് പല സ്ഥലത്തും കാണാൻ പറ്റും. ഈ തുടങ്ങി വെക്കുന്നവരാണ് തിരിച്ചടിക്കുന്ന ഹിന്ദുസാണ്. If you see many of the riots, you will find that initial provocation will be from the Muslims. അവർ കല്ലെടുത്തെറിയും, തോളക്കുപ്പി എറിയും, ടെറസിൻ്റെ മുകളിലൂടെ കല്ലുകൾ താഴത്തോട്ടെറിയും, ഇങ്ങനത്തെ അവർ ചെയ്യും. അതൊക്കെ പേപ്പറിൽ എവിടെ നോക്കിയാലും എവരുടെ ഫാൻ സംഭവം. സോ ഇവരെന്താ പറയുന്നത് വെച്ചാൽ, ഇത് ആദ്യം തന്നെ ഇത് ഹിന്ദുവാന്ന്, അത് മെജോറിറ്റി ഹിന്ദു എന്ന് പറയുന്നില്ല, മെജോറിറ്റി കമ്മ്യൂണിറ്റി ചെയ്യുന്ന എസ്യൂം ചെയ്തിട്ട് അത് അവരെല്ലാം ചെയ്യുന്ന അവർ പ്രൂവ് ചെയ്യും. അങ്ങനെ മതി. രണ്ടാമത് ഈ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇഫ് ദേ ആർ നോട്ട് ടേക്കിംഗ് ആക്ഷൻ. അപ്പോൾ അവരോട് പ്രഷറായി കേസ് ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്ക്? മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക്. മെജോറിറ്റി അല്ലല്ലോ ചെയ്യുന്നത്, അവർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സാധനം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ രേഖയൊക്കെ എഴുതിണ്ടാക്കി. BJP എന്നുള്ള ഭയങ്കര എതിർപ്പുണ്ട്, അത് നിയമമായില്ല. അത് നല്ല എക്സാമ്പിളാണ്. ഇതിലെന്താ നടക്കുന്നത്? ഒപ്രസർ ആരാണ്? majority community. Oppressed are the minority community. Linguistic or religious or any minority community by definition. അങ്ങനെ അത് നടന്നില്ല, അത് വന്നില്ല. ഇപ്പം അടുത്ത് നടന്ന ഒരു കാര്യം കൂടി പറയാം. വൺ മോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം അടുത്ത് നടന്നതാണ്. അതായത് ഈ ഇലൈറ്റ് സ്കൂളിലെ കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുക. അതായത് വലിയ നല്ല സ്കൂളിൽ അവർ ഈ റിസർവേഷൻ കൊണ്ടുവരാൻ സീറ്റ് കിട്ടുന്നവർക്ക്. അപ്പോൾ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ ചില കുട്ടികൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രശ്നമായി വന്നിട്ട് അതിനെക്കുറിച്ച് നിയമം ഉണ്ടാക്കും. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഏതോ ഒരുത്തം പോയിട്ട് ഒരു മുസ്ലിം പേരാണ്, അയാൾ പോയിട്ട് സുപ്രീം കോടതിയിലേക്ക് PI ഇട്ടു. അതായത് ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇതിന് ഇവർ ചെയ്യുന്നതൊന്നും ഫാസ്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് അയാൾ കേസ് സുപ്രീം കോടതിയിൽ PI ഉണ്ട്, പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ. അയാൾ PI ഇട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനോട് പറഞ്ഞു, നിങ്ങളിത് എക്സാമിൻ ചെയ്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ആക്ഷൻ പ്ലാനും മണ്ണാകട്ടയിൽ കൊണ്ടുപോകും. അവർക്ക് ഓർഡർ കൊടുത്തു, യു ഡു ഇറ്റ്. അപ്പോൾ അവരെന്താ കൊണ്ടുവന്നറിയോ? അവർ കൊണ്ടുവന്ന സാധനം എന്താ, ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവരെന്താ കൊണ്ടുവന്ന് വെച്ചാൽ, എല്ലാ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഒരു ഇക്വിറ്റി കമ്മിറ്റി ഉണ്ടാകും. ഇക്വിറ്റി കമ്മിറ്റി, ആ ഇക്വിറ്റി കമ്മിറ്റി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവർ ഇറ്റ് വിൽ ബി കംപ്രൈസ്ഡ് ഓഫ് ഓൺലി ദ ബാക്ക്വേർഡ് പീപ്പിൾ ആൻഡ് ദ OBC എന്നുള്ള കംപ്ലീറ്റ് അവരെ കൊണ്ടായിരിക്കും. ഇതിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് ഈ ബാക്ക്വേർഡ് ക്ലാസ്, ഈ OBC അവർക്ക് മാത്രം, ഈ ഒപ്രസ് മറ്റവർക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ട് അതിൽ ആ കമ്മിറ്റിയിലുള്ള ആൾക്കാർ മുഴുവൻ ഇതിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അവരുടെ തീരുമാനം ഒരാഴ്ച കൊണ്ട് പ്രിൻസിപ്പാൾ നടപ്പാക്കിയിട്ട് പ്രിൻസിപ്പാളിനെ പിടിച്ച് പുറത്താക്കും. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ കുറേ, അങ്ങനെ ഭയങ്കര ഡ്രാക്കോണിയനായിട്ടുള്ള ലോ ഉണ്ടാക്കി. അതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇതിൽ ഈ അക്യൂസ് ചെയ്യപ്പെടുന്ന ഈ ഹയർ കാസ്റ്റുള്ള ഈ ജനറൽ കാറ്റഗറിയിലെ കുട്ടിക്ക് അതിന് ഉത്തരം പറയാനോ അതിനെ റിബട്ട് ചെയ്യാനോ ഒരു സ്കോപ്പും ഇല്ല, അവരൊരു കമ്മിറ്റിയിലില്ല. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവനെതിരായിട്ട് ലോവർ ഈ OBC ഇതിലുള്ള ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവൻ സ്ക്രൂഡായി, നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഈ ചെയ്ത് നോൺ ബെയിലബിൾ, അവൻ ഉടനെ ജയിലിൽ പോകും. അപ്പോൾ കുട്ടികളുടെ ജീവൻ നശിപ്പിക്കാൻ ഒരു ലോവർ ഇതിലുള്ള കുട്ടി, സോക്കോൾഡ് ബാക്ക്വേർഡ് കുട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ കുട്ടീനെ ഉടനെ പിടിച്ച് ജയിലിടിക്കാം. ആ ലെവലിലായിരുന്നു അതിൻ്റെ വേർഡിങ് മുഴുവൻ. തന്നെയല്ല, വേറൊരു കാര്യം പറഞ്ഞു, ഈ ബാക്ക്വേർഡ് കുട്ടികളെ അവരെ ഉൾക്കൊള്ളിക്കാനായിട്ട് അവർക്ക് പ്രത്യേക സ്റ്റഡി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി, സ്റ്റഡി ക്ലാസ്, സ്റ്റഡി ഗ്രൂപ്പ്, പ്രത്യേക ടീച്ചർ ഇതെല്ലാം അപ്ലൈ ചെയ്യണം. ഇതെല്ലാം കംപ്ലീറ്റ്ലി അഗൻസ്റ്റ് ഇക്വിറ്റി, അതായത് ഫെയർ ആയിട്ടുള്ള ജസ്റ്റിസ് വേണം, എല്ലാ മനുഷ്യന്മാരും ഈക്വലായി ട്രീറ്റ് ചെയ്യണ്ടേ, അതിനെതിരായിട്ട് വരും. പിന്നെ ഇതിനുള്ള വലിയൊരു ഡ്രോബാക്ക് ആയി കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ റാഗിങ് ഏറ്റവും അധികം കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ആ റാഗിങ് ടൈമിൽ ഒരു സീനിയർ കുട്ടി ജൂനിയർ കുട്ടീനെ ഉപദ്രവിച്ചാൽ അവന് പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല, മറ്റവന് പോയി ഇതിനെതിരെ കംപ്ലൈൻറ്റ്. എങ്ങനെയുണ്ട്? അപ്പോൾ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തതും കംപ്ലീറ്റ്ലി അൺഫെയർ ആയിട്ടുള്ള ലോ ആണ് എന്ന് കണ്ടിട്ട് അതിനെതിരായിട്ട് ആൾക്കാർ കോടതിയിൽ പോയപ്പോൾ കോടതി അതിനെ ഫ്രീസ് ചെയ്തു, അവിടെ വെക്കുന്നത് മുന്നോട്ട് പോകണം. ആ കോടതി പ്രത്യേകം പറഞ്ഞു, ഈ കുട്ടികളെ വേർതിരിച്ച് ഇങ്ങനെ ഈ പഠിപ്പിക്കുക, അത് വേറെ തന്നെ ക്ലാസ്, വേറെ തന്നെ ടീച്ചർ, അത് പറ്റില്ല. അതിൽ കംപ്ലീറ്റ് ആൾക്കാരെ ഡിവൈഡ് ചെയ്യും, നാഷണൽ യൂണിറ്റി പോകും. എന്നിട്ട് കോടതി അപ്പം തന്നെ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി സമ്മതിക്കാനേ പറ്റില്ല. പിന്നെ എല്ലാം ഫ്രീസ് ചെയ്തു കംപ്ലീറ്റ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും വളച്ചു കെട്ടി പറഞ്ഞ കാര്യം റിയലി ഇറ്റ്സ് ഹാപ്പനിങ് ഹിയർ, ഈവൻ അണ്ടർ ദ പ്രസന്റ് ഗവൺമെൻറ് ഇറ്റ്സ് ഹാപ്പനിങ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. ഞാൻ ഈ പ്രശ്നം കണ്ടപ്പോൾ, ഞാനിത് ആദ്യം കണ്ടപ്പോൾ, ഞാനിത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയുള്ള എന്താ പറയുക, മോഹൻ സാർ RSSൻ്റെ ചെയർമാൻ മോഹൻജി, കെ.ആർ. മോഹൻജിക്ക് ഞാൻ എഴുതി ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ എനിക്ക് എഴുതി എന്താ കാര്യങ്ങൾ എഴുതി ഞാനത് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ആ പ്രശ്നം കൂടെ എഴുതിണ്ടാക്കിയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി അത് നോർത്ത് ഇന്ത്യയിൽ പുള്ളി ഹയർ ലോ കണക്ഷൻ അങ്ങോട്ട് അയച്ചു. ഇതൊരു സീരിയസ് പ്രശ്നമാണ്. ഇത് UGC ചെയ്തത്. ഇത് കോൺഗ്രസ് ഗവൺമെൻറ്റും വേറെ ആൾക്കാർ UGC ചെയ്യിച്ചു തുടങ്ങിയത്. എന്തൊരു അവതാരം ഇങ്ങനത്തെ ഇതെല്ലാം വോക്കിസം ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ, ഇക്വിറ്റി, ഇക്വാലിറ്റി, ഈ രണ്ട് കൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലാസിക്കൽ ലിബറലിസത്തിൽ അവരെന്താ പറയുന്നത് വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ഈക്വൽ സാവകാശം ഉണ്ടാകും, സൗകര്യങ്ങൾ, പഠിക്കാനുള്ള സൗകര്യം, എക്സൽ ചെയ്യാനുള്ള സൗകര്യം, കളിക്കാനുള്ള സൗകര്യം, അതെല്ലാം കൊടുത്തിട്ട് അതിൽ നല്ലോണം കളിക്കോ, നല്ലോണം പാടോ, നല്ലോണം ചാടോ, പഠിക്കോ, അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അർഹിക്കുന്ന രീതിയിലുള്ള പ്രമോഷനും ക്ലാസ്സും ഡിഗ്രിയും മെഡലും കൊടുക്കണതാണ്. അതാക്കി ലിബറലിസം. ഇവരുടെ ഇതിലെന്താ പറയുക, നിങ്ങളെ ഒരു 10 കുട്ടികൾ 100 കുട്ടികളെ എടുത്തിട്ട് പഠിപ്പിച്ചിട്ട് അതിൽ 5 കുട്ടികൾ മാത്രം ഫസ്റ്റ് ക്ലാസ് എടുത്തു, ബാക്കി ആൾക്കാർ ഫസ്റ്റ് ക്ലാസ് എടുത്തില്ലെങ്കിൽ ദാറ്റ്സ് എ സൈൻ ഓഫ് സിസ്റ്റമിക് ഒപ്രഷൻ. അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കണം. ഒരു 100 കുട്ടികൾ എടുത്തിട്ട് 5 കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുക, എല്ലാവർക്കും ഒരേ പഠിപ്പിക്കണം, ഒരേ ക്ലാസ്, ഒരേ ടീച്ചർ, എല്ലാം ഒരേ. പക്ഷേ 5 കുട്ടികൾ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നത്? ബിക്കോസ് പീപ്പിൾ വാരി ഇൻ ദർ കപ്പാസിറ്റി ടു ലേൺ ദീസ് തിങ്സ്. പീപ്പിൾ വാരി ഇൻ ദർ കപ്പാസിറ്റി സ്റ്റഡി ഹാർഡ്. ചില കുട്ടികൾക്ക് വേറെ കളിക്കാനായിരിക്കും കൂടുതൽ സൗകര്യം, ചില കുട്ടികൾക്ക് പാട്ട് പാടാനായിരിക്കും. ഇറ്റ് ആൾ ഡിഫറെൻറ്റ്, എവരിബഡി ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെ കാണുന്നതിന് പോലെ അവർ പറയുന്നത് ദിസ് ഈസ് സൈൻ ഓഫ് സിസ്റ്റമിക് ഓപ്പറേഷൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഒന്നാമത് എക്സാമിനേഷൻ എടുത്തുവിടാം. ഇവിടെ നടക്കുന്ന പോലെ എക്സാമിനേഷൻ എടുത്തുവിടാം. ഇതൊരു വോക്കസ് സ്റ്റഡിയാണ്. ഈ ആൾക്കാരെ തമ്മിൽ വേർതിരിവ് ഇല്ലാണ്ടിരിക്കാനായിട്ട് എക്സാമിനേഷൻ സിസ്റ്റം എടുത്തുവിടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻ കഴിഞ്ഞു പോകുന്ന അടുത്ത കോഴ്സിന് മാർക്ക് കൊടുക്കുക. ഇവർക്ക് മാർക്ക് ഇട്ടിട്ട് ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവരെ എല്ലാവരെയും കയറ്റിക്കൊണ്ടുവരാം. അങ്ങനെ ഇക്വിറ്റി, അതിന് ഇക്വിറ്റി എന്ന് പറയും. അതായത്
ഔട്ട്കംസ് മസ്റ്റ് ബി സെയിം. ഔട്ട്കം മസ്റ്റ് ഈക്വൽ സർക്കംസ്റ്റൻസ് കൊടുക്കുക, അങ്ങനെയല്ല. ഈക്വൽ സർക്കംസ്റ്റൻസ് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഓട്ടപ്പന്തയത്തിന് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഷൂവും അതെല്ലാം വാങ്ങിക്കൊടുക്കുക, എല്ലാവരും ഓടിച്ച് പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് എല്ലാവരും ഒരേ ലൈനിൽ നിന്നിട്ട് എല്ലാവരും ഓടുക. അത് റണ്ണിങ് റേസ്. ഇതങ്ങനെയല്ല. ഇത് കുറേ ആൾക്കാർ ഇത് ഒരിക്കലും ഓടിയേക്കാൻ പോകുന്നതാണ്, അവരെ കുറേ മുമ്പിൽ കൊണ്ടുവരുത്തുക, അവരും ജയിക്കുക, എല്ലാവരും ജയിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ഗ്രേഡ് കിട്ടുക. ഇങ്ങനെ രീതി ഇത് മുഴുവൻ ടോപ്പ് ചെയ്യുക. അതാണ് ഇവരുടെ ഉദ്ദേശം. അത് ഇപ്പോൾ അധികം ആൾക്കാരും ഈ 5% ആൾക്കാർക്ക് 100 ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, ബാക്കിയുള്ളവർ കിട്ടിയില്ല. അപ്പോൾ ഈ മറ്റുള്ള 95 ആൾക്കാർക്കും ആദ്യം കാണുമ്പോൾ അട്രാക്റ്റീവായി തോന്നുന്നു. അവന് മാത്രം 5 കിട്ടുന്ന 5 ആൾക്കാർക്ക് ഫസ്റ്റ് ക്ലാസ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി മീനിങ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പല വിധത്തിലും എക്സസൈസസിന് അട്ടിമറിക്കാനായിട്ട് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അൺവിറ്റിംഗ് ആയിട്ട് അറിയാതെ അറിഞ്ഞാൽ നമ്മളിതിൻ്റെ കുഴിയിൽ വീഴും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറേ കോംപ്ലക്സ് സബ്ജക്റ്റാണ്. ഞാൻ കഴിയുന്നതും ചുരുക്കാൻ ശ്രമിച്ചു, പക്ഷേ കാര്യമായൊന്നും വിട്ടുകളയാതെ ഇരിക്കാനും ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ചോദിക്കാം. ഐ ഡോണ്ട് ടേക്ക് ടു മച്ച് ടൈം.